ഇന്നത്തെ ബിരിയാണി അമ്മയുടെ സ്പെഷ്യലാണ്. ആദ്യം തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനകത്തോട്ട് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, നാരങ്ങനീരും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് പുരട്ടി വെക്കുക. കുക്കറിനകത്താട്ടോ വെക്കുന്നത്. അതുകൊണ്ട് കുക്കർ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ സവോള ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് ആട്ടോ, പട്ട, ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ ഇട്ടിട്ട് പിന്നെ പച്ചമുളക്, സവോളയും കൂടെ ചേർത്ത് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. മസാല ചേർക്കാതെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സാധനം വിട്ടുപോയി, തക്കാളി കേട്ടോ. ഇത് തക്കാളി നമ്മൾ ആ ഒരു പൊടി ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ മറന്നു പോയതുകൊണ്ട് പിന്നീടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്ത് ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്ക് തൈര് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് പകുതി വേവിച്ചതും പിന്നെ മല്ലിയില എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലടിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തെ അത് കറക്റ്റ് പാകത്തിന് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റാണ് ഇത്.